വിശദമായ വാർത്തകൾ നോക്കാം. മാർച്ച് 17-ന് സംസ്ഥാന മെഡിക്കൽ സമരത്തിന് ആഹ്വാനം ചെയ്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ചികിത്സ മുടങ്ങും. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മാർച്ച് 17-ന് സംസ്ഥാനത്ത് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ആക്രമണം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത്. മാർച്ച് 17-ാം തീയതി സംസ്ഥാന മെഡിക്കൽ സമരം നടത്തുമെന്നാണ് IMA കഴിഞ്ഞ കുറച്ചു സമയം മുമ്പ് വിളിച്ച പ്രസ് മീറ്റിൽ പറഞ്ഞത്. അതിൽ പങ്കെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽസി നുഹും സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോസഫ് ബെനവൻ എന്നിവരാണ് ആ ഒരു പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മാർച്ച് 17 രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും ചികിത്സയിൽ നിന്ന് ഡോക്ടർമാർ മാറി നിൽക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ പോലീസിന് മുന്നിൽ വെച്ചാണ് ജീവനക്കാരെ ആക്രമിച്ചത്. ആ ആക്രമണത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന 6 പേരിൽ വെറും 3 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാന അക്രമിയെ അടക്കം ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ ബാക്കിയാണുള്ളത്. ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങളാണ് IMA ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആശുപത്രികൾക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്ന, അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുത്തു നോക്കുകയാണെങ്കിൽ ആശുപത്രികൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അറിവ് നൽകുക എന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു സമരം മാർച്ച് 17-ന് നടത്തുന്നത് എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ചില കണക്കുകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 5 ദിവസത്തിനുള്ളിൽ 1 എന്ന കണക്കിലാണ് സംസ്ഥാനത്ത് നിലവിൽ ആശുപത്രികൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 200-ലേറെ ആശുപത്രികളാണ് കേരളത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. അതായത് അവിടെ ആശുപത്രിയിലുള്ള ജീവനക്കാർക്ക്, ഡോക്ടർമാർക്ക് ധൈര്യപൂർവ്വം അല്ലാതെ മരണഭയമില്ലാതെ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഉള്ളത് എന്ന ഒരു ആരോപണം കൂടി IMA ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ പ്രധാന ആവശ്യം കോഴിക്കോട് സംഭവത്തിലെ എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഫാത്തിമ ആശുപത്രിയിൽ ആക്രമണം നടക്കുമ്പോൾ പ്രതികൾ രക്ഷപ്പെടുവാനുണ്ടായ ആ ഒരു സാഹചര്യത്തെ കുറിച്ചുകൂടി അന്വേഷണം നടത്തുക എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. തുളസി. ശരി.